വയനാട്ടിലെ മറ്റൊരു റിസോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങൾ കാണുന്ന ടർഫായിരിക്കും. ടർഫ് ബുക്ക് ചെയ്തല്ല, നമ്മളിന്ന് റിസോർട്ടിലാണുള്ളത്. ഈ റിസോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമുണ്ട എന്ന സ്ഥലത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഹൈറ്റിലേക്ക് ഈ മല കയറിയിട്ട് വേണം കേട്ടോ ഈ റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹൈറ്റിലാണുള്ളത് എന്നുള്ളത് അവിടെ പോയിട്ട് ആ വ്യൂ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വെരി ലക്ഷറി റിസോർട്ടാണ്. പക്ഷേങ്കിൽ നമുക്കിവിടെ 10,000 രൂപ മുതൽ റിസോർട്ടിൽ റൂമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ടർഫ്, ക്രിക്കറ്റ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആട്ടോ. ചെറിയൊരു പാർക്ക് സെറ്റപ്പ് തൊട്ടടുത്ത് തന്നെ, ടർഫിനോട് അടുത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ പാർക്കിംഗ് വരുന്നത്. ഇവിടേക്കുള്ള റൂട്ടും കാര്യങ്ങളും കുറച്ച് പ്രശ്നമാണ്. പക്ഷേ കാരണം അത്രയും ചെറിയ റോഡും അത്രയും കുത്തിനുള്ള കയറ്റങ്ങളും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പാർട്ടി ഇങ്ങോട്ട് വണ്ടി പോരുന്ന് റിസോർട്ടുകാർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറ്റിയതും. റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കോമൺ ആയിട്ട് വലിയൊരു പൂളാണ് വരുന്നത്. ഈ കാടിൻ്റെ ഉള്ളിൽ ഇതുപോലെ റിസോർട്ട് വളരെ നൈസാട്ടോ. കാരണം അത്രയ്ക്ക് ആംബിയൻസ്, നാച്ചുറലി മറ്റ് ശബ്ദങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നേച്ചറിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമുക്കിവിടെ ചില്ല് ചെയ്തിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ റിസോർട്ട്. ഇരിക്കാനൊക്കെ നമുക്ക് ഇതുപോലെ ഒരുപാട് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് പ്രൈവസിയിൽ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇരിക്കാനൊക്കെ ഫുൾ സെറ്റപ്പും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ പ്രോപ്പർട്ടീൻ്റെ പല സൈഡിലായിട്ട് ഇതുപോലുള്ള കാഴ്ചകളാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പൂള് കേട്ടോ. പൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു പൂള് തന്നെയാണ്. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ഏരിയ. അതുപോലെ തന്നെ അതാ പൂള് ഇത്രയും വലിയ പൂളാണ് കേട്ടോ. കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ട് അവിടെ ചെറിയ പൂളും വേറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൂളിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആ സൈഡ് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട് താഴോട്ട്. അപാര വ്യൂ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവർ ഒരു 2 ട്രെക്കിങ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വയനാട് ജില്ലേൻ്റെ ഏതൊക്കെ ടൗണുകളാട്ടോ താഴെ കാണുന്നത്. അത്ര ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കാണുന്നൊക്കെ നമ്മുടെ ബാണാസുര സാഗർ ഡാമിൻ്റെ ബാക്ക് സൈഡാട്ടോ. മലകളെ തലോടി പോകുന്ന കോട, നൈസ് വ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ റൂം കേട്ടോ. നമ്മുടെ ടർഫിനോട് തൊട്ടടുത്ത് ഇവിടെ കുളിക്കാനുള്ള സൗകര്യം. മുകളിൽ കയറി എന്നാൽ ഇവിടെ ബാഗ് കിടന്നു, ഇവിടെ ഞാൻ കിടന്നു. ഞങ്ങൾ 2 പേരായിട്ടൊന്ന് ഡ്രൈവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഫാന് 4 സൈഡിൽ നല്ല കൂളിംഗ് ആയിരുന്നു. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം,